നമസ്കാരം. ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഇതിനൊക്കെയിടയിൽ ചൈനയെ കൂട്ടുപിടിച്ചും ഇന്ത്യക്കെതിരെ പദ്ധതികൾ വിഭാവനം ചെയ്യാനും ബംഗ്ലാദേശ് മിടുക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ തിരിച്ച് ഭാരതം പണി കൊടുത്തതും നമ്മൾ കണ്ടതാണ്. നമുക്കെതിരെ പദ്ധതികൾ മെനഞ്ഞു കൂട്ടിയിട്ട് അവസാനം ബംഗ്ലാദേശിന്റെ പട്ടിണി മാറ്റണം ഭാരതം തന്നെ വേണമായിരുന്നു. ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധി. സൈനിക മേധാവി ജനറൽ വേക്കർ ഉസ് സമാനുമായുള്ള ഭിന്നതയ്ക്ക് പിന്നാലെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനുസ് രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നടത്തിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് യൂനുസിന്റെ നീക്കം. അതേസമയം വിദ്യാർത്ഥി നേതാക്കൾ ധാക്കയിൽ പ്രതിഷേധിക്കാനും സൈനിക കന്റോൺമെന്റിലേക്ക് മാർച്ച് നടത്താൻ നീക്കമിടുന്നതായും റിപ്പോർട്ടുണ്ട്. യൂനുസിന്റെ രാജിയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന സൈനിക മേധാവിക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള ഒരു തന്ത്രമായാണ് കണക്കാക്കപ്പെടുന്നത്. യൂനുസിന്റെ രാജി അഭ്യൂഹങ്ങൾക്കിടെ നാഷണൽ സിറ്റിസൺ പാർട്ടി കൺവീനർ നഹിദ് ഇസ്ലാം വ്യാഴാഴ്ച വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ജമുനയിൽ എത്തി യൂനുസിനെ കണ്ടു. യോഗത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമായെങ്കിലും യൂനുസ് സർക്കാരിൽ തുടരുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. യൂനുസ് രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് നഹീദ് ഇസ്ലാം BCC ബംഗ്ലയോട് പറഞ്ഞു. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് മുഖ്യ യൂനുസ് ആശങ്ക പ്രകടിപ്പിച്ചതായി സഹീദ് ഇസ്ലാം പറഞ്ഞു. എന്നിരുന്നാലും രാജി പോലുള്ള വലിയ തീരുമാനം എടുക്കരുതെന്ന് യൂനുസിനോട് അഭ്യർത്ഥിച്ചതായി നഹീദ് ഇസ്ലാം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനുള്ളിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ്. യൂനുസും ബംഗ്ലാദേശ് ആർമി ചീഫും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഇടക്കാല സർക്കാരിന് ശക്തമായ ബാഹ്യ പങ്കാളികളുമായി ഇടപഴകാനും പൊതുജന അഭിപ്രായമല്ലാതെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനും എങ്ങനെ കഴിയുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. കഴിഞ്ഞ വർഷം ജോലി സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ നയിച്ച പ്രക്ഷോഭം ഷെയ്ഖ് ഹസീന വിരുദ്ധ മുന്നേറ്റവുമായി മാറുകയായിരുന്നു. ഇതിനെ തുടർന്ന് 2024 ഓഗസ്റ്റ് 5-ന് ഷെയ്ഖ് ഹസീന ധാക്കയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതയായി. പിന്നാലെയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവിന്റെ സ്ഥാനം നോബൽ ജേതാവായ മുഹമ്മദ് യൂനുസ് ഏറ്റെടുക്കുന്നത്. എന്നാൽ അതിനുശേഷവും രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയിൽ മാറ്റമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ താൻ ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാണ് യൂനുസ് രംഗത്തെത്തിയിരിക്കുന്നത്. നിർദ്ദിഷ്ട മാനുഷിക ഇടനാഴിയെ ചൊല്ലി മറ്റ് രാഷ്ട്രീയ ഗ്രൂപ്പുകൾക്കിടയിലും അതൃപ്തി ഉയർന്നു വരുന്നുണ്ട്. ഇത് രാജ്യത്തെ ഒരു പ്രധാന തർക്ക വിഷയമാണ്. ഇടക്കാല സർക്കാർ പ്രധാന തീരുമാനങ്ങളിൽ സൈന്യത്തെ മാറ്റി നിർത്തുകയാണെന്ന് ആർമി ചീഫ് ആരോപിച്ചു. ശരിയായ കൂടിയാലോചന കൂടാതെ പല നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നാണ് സൈനിക മേധാവി പറയുന്നത്. അതേസമയം ഇടക്കാല സർക്കാരിനെതിരെ BLP നടത്തുന്ന ആദ്യത്തെ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ധാക്ക സൗത്ത് സിറ്റി കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിന് പുറമെ NCPയുമായി അടുപ്പമുള്ള യൂനുസ് മന്ത്രിസഭയിലെ 2 അംഗങ്ങളുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാന്റെയും രാജിക്ക് പാർട്ടി സമ്മർദ്ദം ചെലുത്തി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.